ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി റെസിപ്പീസ്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പീച്ചിങ്ങ കൊണ്ടുള്ള ഒരു ചമ്മന്തിയാണ്. പീച്ചിങ്ങ ബ്ലഡിലെ ഷുഗർ കുറയ്ക്കാൻ സഹായിക്കുന്നു. അതിനാൽ ഡയബറ്റീസ് പേഷ്യൻസിന് ഇത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ രക്തം ശുദ്ധീകരിക്കാനും പീച്ചിങ്ങ വളരെ നല്ലതാണ്. ഇനി നമുക്ക് പീച്ചിങ്ങയുടെ മുള്ളു പോലത്തെ ഭാഗത്തുള്ള തൊലി പീൽ ചെയ്ത് മാറ്റാം. ഇനി ഞാൻ പീച്ചിങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ചമ്മന്തിക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ്, 1 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത്, ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി, 4 വറ്റൽ മുളക് ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി ഒരു കടായി ചൂടാക്കാൻ വയ്ക്കുക. ചൂടായതിന് ശേഷം എണ്ണ ചേർക്കുക. എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഉഴുന്ന് പരിപ്പ് ഇതിലോട്ട് ചേർത്ത് നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക. ഉഴുന്ന് പരിപ്പ് നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മളിത് ഒരു മിക്സി ജാറിലോട്ട് മാറ്റുക. ഇനി അതേ എണ്ണയിൽ തന്നെ നമ്മൾ വറ്റൽ മുളക് ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് മൂത്തതിന് ശേഷം അതേ മിക്സി ജാറിൽ തന്നെ മാറ്റുക. ഇനി അരിഞ്ഞു വച്ചിരിക്കുന്ന പീച്ചിങ്ങ എണ്ണയിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പുളിയും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം പീച്ചിങ്ങയുടെ ഇത് മിക്സി ജാറിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് ആറിയതിന് ശേഷം മാത്രമേ അരയ്ക്കാൻ പാടുള്ളൂ. ആറിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ പീച്ചിങ്ങ ചമ്മന്തി തയ്യാറായി കഴിഞ്ഞു. ഇത് ചോറിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിയാണ്. വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.